കോട്ടയത്ത് ജോസ് കെ മാണിയുടെ പേരിൽ ജോലി തട്ടിപ്പ് സംഭവത്തിൽ കുറവിലങ്ങാട് സ്വദേശി എ.ജെ. ജോസഫ് പോലീസിന്റെ പിടിയിലായി. ജോസ് കെ മാണിയുടെ ശുപാർശയിൽ സയൻസ് സിറ്റിയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഷിനോജ് എസ്.ടി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ഷിനോജ്, എന്താണ് സംഭവം? ഈ പ്രതിയെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? സന്ധ്യ, പ്രതി സ്ഥിരം തട്ടിപ്പുകാരനാണ് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിക്ക് കുറവിലങ്ങാട്, പാല തുടങ്ങിയ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾക്ക് സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിച്ചായിട്ടുള്ള വേറെയും പരാതികളുണ്ട്. ഈ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഴ സയൻസ് സിറ്റി, ആ സയൻസ് സിറ്റിയിൽ ജോസ് കെ മാണിയുടെ ശുപാർശയിൽ ജോലി വാങ്ങി നൽകാം എന്ന് പറഞ്ഞാണ് ബ്രഹ്മമംഗല സ്വദേശിയായ ആളിൽ നിന്ന് ഏകദേശം 9 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പല തവണയായി ഇയാൾ കൈപ്പറ്റിയത്. തുടർന്ന് ജോലിയുടെ കാര്യം അന്വേഷിക്കുമ്പോൾ പറയാം, അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയാം, തുടങ്ങിയ മെയിൽ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തുടർന്നാണ് സംശയം തോന്നിയ ബ്രഹ്മമംഗലം സ്വദേശി പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഈ പ്രതിയായിട്ടുള്ള ജോസഫ്, എ.ജെ. ജോസഫ് കുറവിലങ്ങാട് കളത്തൂർ സ്വദേശിയാണ്, ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇയാൾ രാത്രി കാലങ്ങളിൽ ഇയാളുടെ വീട്ടിൽ രഹസ്യമായി എത്തുന്നു എന്ന പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് രാത്രി ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പ്രതി നേരത്തെയും പല കേസുകളിൽ, സമാനമായ കേസുകളിലൊക്കെ തന്നെ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, ഷിനോജ് എസ്.ടി ആണ് വിവരങ്ങൾ നൽകിയത്. ജോസ് കെ മാണിയുടെ പേരിൽ 9 ലക്ഷം രൂപയുടെ ഒരു ജോലി വാഗ്ദാനം ചെയ്തുള്ള ഒരു തട്ടിപ്പാണ് നടത്തിയത്. പ്രതി എ.ജെ. ജോസഫ് സ്ഥിരം തട്ടിപ്പുകാരനെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഷിനോജ് എസ്.ടി ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.